क्या है बे मुजरा होने वाला है क्या? हाँ करो चलो. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു കോമഡി പരിപാടിയാണ്. ഈ പ്രണീത് അങ്ങനെ ഇങ്ങോട്ടാണ്, ഹിന്ദി പരിപാടിയാണ്. പ്രണീത് എന്നാണ് അയാളുടെ പേരായിരുന്നു. അയാൾ എന്തൊരു എന്നാ സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള ഒരു കോമഡിയാണ്. അപ്പോൾ ഇവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, അതിനകത്ത് നിന്ന് ഓരോ ആൾക്കാർ ഇങ്ങനെ ചിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഡോക്ടർമാരുണ്ട്, അതുപോലെ തന്നെ പിന്നെ അധ്യാപകർ, പിന്നെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ അവരൊക്കെ പോകുന്നതാണ്. ഇതിന്റെ ആദ്യത്തെ ഒരു പ്രശ്നം, ആദ്യം ഒരു വീഡിയോ വൈറലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യൻ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് ഡേറ്റിങ്ങിന് പോകുന്നത്. അങ്ങനെ ഡേറ്റിങ്ങിന് പോയപ്പോൾ അവന് തോന്നിയായിരുന്നു ഈ 370 രൂപ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിന് ആ പെണ്ണിന്. അതെങ്ങനെയാണ് മുതലാക്കുക എന്നാണ് അവൻ ചിന്തിച്ചത് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റിങ്ങിന് കൊണ്ടുപോയ ആ ഒരു പെൺകുട്ടിയെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ കൊണ്ടുപോവുകയും അങ്ങനെ അവിടെ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ച് 350 രൂപ മുതലാക്കിയതിന് ശേഷമാണ് അവളെ പുറത്തു വിട്ടത് എന്നുള്ള ഒരു കോമഡിയാണ് പറഞ്ഞത്. അതിന് ഭയങ്കരമായിട്ടുള്ള വിമർശനമാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പിന്നെ പുരുഷൻ മരണപ്പെട്ട് നമ്മുടെ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഡോക്ടറാന്ന് പറയുന്നത് പുരുഷ മൃതദേഹ അവയവം നോക്കി ചിരിക്കുന്ന പ്രസ്താവനയിൽ സോജൽ പവാർ ഒറ്റപ്പെടുന്നു വിമർശിച്ച് ഡോക്ടർമാർ. സോജൽ പവാർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃതദേഹങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആണിൻ്റെ മൃതദേഹമാണെങ്കിൽ ലൈംഗിക അവയവങ്ങൾ ഇങ്ങനെ പിടിച്ചു നോക്കും, അതിൻ്റെ വലിപ്പം നോക്കും, അത് കഴിഞ്ഞ് പൊട്ടിച്ചിരിക്കും, അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അവയവം പലതരത്തിൽ ഇങ്ങനെ നീക്കി നോക്കും. ഇതൊക്കെ നമ്മൾ പെണ്ണ് ഡോക്ടർമാർ, അതായത് ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് ഒരു മൃതദേഹം പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുമ്പോഴേ ആ മൃതദേഹത്തെ ഒരിക്കലും നമ്മൾ അനാദരവോടെ കാണരുത് എന്നുള്ളൊരു നിയമം തന്നെയുണ്ട്. അല്ലെങ്കിൽ തന്നെ എല്ലാവരും, അതായത് ഡോക്ടർമാരുടെ എത്തിക്സിന് അത് വിരുദ്ധമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൃതദേഹത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനമാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഈ സ്ത്രീയുടെ പ്രസ്താവനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പുരുഷ മൃതദേഹങ്ങളെ അവർ വളരെയധികം മോശപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ ഇവർ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് വരുന്ന ആൾക്കാരുടെ മൃതദേഹങ്ങൾ, ചെറുപ്പക്കാരനാണ് മരിച്ചതെങ്കിൽ അയാളുടെ ലിംഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കും, അയാളുടെ ലിംഗത്തിന്റെ വലിപ്പം നോക്കും, അയാളുടെ ലിംഗത്തിന്റെ ഇത് നോക്കും എന്നൊക്കെയാണ് ഇവർ വൃത്തികെട്ട വായ കൊണ്ട് പറയുന്നത്. അതായത് ഇവളുടെയൊക്കെ സ്വന്തം തന്തയോ അല്ലെങ്കിൽ സഹോദരനോ മരിച്ചാൽ പോലും ഇവളൊക്കെ അങ്ങനെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രത്തോളം വളരെ മോശമായ രീതിയിൽ മൃതദേഹത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഷോയായി അത് മാറുകയും ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേറൊരു ഇതും കൂടി വന്നിരിക്കുകയാണ്. ഇതേ ഷോയിൽ വന്ന ഒരു ഡോക്ടർ, പല്ലിൻ്റെ ഡോക്ടറാണ്. ആ ഒരു പല്ലിൻ്റെ ഡോക്ടറോട് ഈ ഒരു പഹ്യൻ, അതായത് ഈ ചിത്രത്തിൽ കാണുന്ന ഈ പഹ്യൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സ്ത്രീകളൊക്കെ വന്ന് വാ പരിശോധിക്കില്ല, സ്ത്രീകളുടെ വാ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ അവർ ഓറൽ സെക്സ് ചെയ്തതാണെന്ന് മനസ്സിലാവുമോ എന്ന്? അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അടയാളം ഉണ്ടാകുമോ എന്നാണ് ഇവൻ അറിയേണ്ടത്. ഇവൻ അപ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയേ വേണ്ട, ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയോ. ഈ സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, അതായത് ഈ ഡോക്ടറുടെ വരേണ്ടായിരുന്നു, എന്തിനാ വന്നതെന്ന് തന്നെ എനിക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടേത് നോക്കിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അങ്ങനെ ഇവന്റെ വായ പരിശോധിക്കുന്നുണ്ട്. അതിന് കമന്റും കാര്യങ്ങളും ചിരിയും കളിയൊക്കെയാണ്. അത് അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. അതായത് പലതരത്തിലും വളരെ മോശമായ തരത്തിലുള്ള സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോഴിങ്ങനെ എന്താ പറയേണ്ടത്, നമ്മുടെ നാട്ടിലെ തൊപ്പിയൊക്കെ കളിക്കുന്നില്ല, അതേ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കോമഡി. പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോജൽ പവാർ എന്ന് പറയുന്ന ഡോക്ടർ ഇപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആ ഡോക്ടർ ബിരുദം തന്നെ പോകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ തന്നെ അവർ അവസാനം മാപ്പ് പറഞ്ഞു. പക്ഷെ മാപ്പിലൊന്നും ഒതുങ്ങുന്നതല്ല, മാപ്പിലൊന്നും ഈ ഒരു കാര്യം ഒതുങ്ങത്തേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മൃതദേഹത്തെയാണ് അപമാനിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യും, ചിലപ്പോൾ മൃതദേഹം അവിടെ ഹോസ്പിറ്റലിന് വിട്ടുകൊടുക്കും. പിന്നെ മൃതദേഹമാണെങ്കിൽ പരിശോധിക്കാനില്ലെങ്കിൽ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി ഉണ്ടാകും. ആ ഒരു മൃതദേഹം ചെറുപ്പക്കാരൻ്റെതാണെങ്കിൽ അതിൻ്റെ ലിംഗത്തോട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ,
ലിംഗത്തെ ഇവർ പിന്നെ എന്താ പറയുക പലതരത്തിലും ഇതാക്കുന്ന കാര്യങ്ങൾ. അതായത് വളരെ മോശമായ ഒരു ഡോക്ടർ പോലും ചെയ്യാൻ പാടില്ലാത്ത, ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ സ്ത്രീ ഇങ്ങനെ വന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ജോലി അവർ ആസ്വദിക്കുകയാണ്. അതായത് അവരുടെ ജോലിയാണ്, അത് ആസ്വദിക്കണം. അത് ചിരിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കോമഡിയോട് കൂടിയിട്ട് ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു ചിരിച്ച് ആസ്വദിക്കുന്നു. ഇല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കുറേ തിരുമണ്ടന്മാർ വന്ന് അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് എഴുതുകയാണ്. അതായത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു ദിവസം പോലും ആ ഒരു ഡോക്ടർ എന്നുള്ള പദവിയിലിരിക്കാൻ അവർക്ക് അർഹതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും അവരെ ഇരുത്തരുത്. കാരണം അവർ ഈ ഒരു പദവിക്ക് അർഹതയേ ഇല്ല അവർക്ക്. അതുപോലെ ഇങ്ങനെയുള്ള ഡോക്ടർമാർ ഉണ്ട്. അതായത് മനോരോഗികളായ ചില ഡോക്ടർമാർ ഉണ്ടാകാം, ഇതുപോലെ മനോരോഗമുള്ള അല്ലെങ്കിൽ ഈ അവയവം കാണുമ്പോൾ പലതും തോന്നുന്ന അങ്ങനെയുള്ള കുറേ ഡോക്ടർമാർ ഉണ്ടാകാം എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവന്മാർ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഒരു സ്ത്രീയുടേതാണെങ്കിൽ ചിലപ്പോൾ ആ തരത്തിലും പെരുമാറിയിട്ടുണ്ടാവും. കുറേ നാൾ മുമ്പ് നമ്മളെല്ലാവരും കേട്ട ഒരു വാക്കാണ് ഈ സിൽക്ക് സ്മിതയുടെ ബോഡി, മൃതദേഹം അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ വന്നപ്പോൾ അവിടെയുള്ള പല ആൾക്കാരും എന്നാ പറയേണ്ടത് ഭയങ്കരമായ ആർത്തിയോടുകൂടി അവരെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പിന്നെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് നമുക്കറിയില്ല, കാരണം 10-20 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഉണ്ടാകാം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ താരങ്ങളുടെയൊക്കെ മൃതദേഹം, സിനിമാ നടിമാരുടെയും അതുപോലെ തന്നെ ഇനിയിപ്പോഴും ഈ സ്ത്രീ പറയുന്ന പോലെയാണെങ്കിൽ സിനിമാ നടന്മാരുടെയും അവരുടെയൊക്കെ മൃതദേഹം വരുമ്പോഴേ ചിലപ്പോൾ അങ്ങനെയൊക്കെ പലതും ചെയ്യുന്നുണ്ടാകാം. അതൊന്നും നമുക്കറിയില്ലല്ലോ. ഏതായാലും ആ ഒരു കോമഡിയിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ പോലും ഒരു മൃതദേഹം പോലും സേഫ് അല്ല. ഒരു മൃതദേഹത്തോട് പോലും ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാർക്ക് മനോരോഗം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഇവർ ചെയ്യുന്ന നല്ല കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇവരെ എന്നാ പറയണ്ടേ ഇവരെ അങ്ങ് വാനോളം പോകത്തോ ഒന്നുമില്ല. ഇവർ ചെയ്യുന്ന വളരെ മോശമായ കാര്യം തന്നെയാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഒരു സ്ത്രീ അങ്ങനെ പറയുന്നു, ആ സ്ത്രീയുടെ കൂടെയുള്ള എല്ലാവരും ഇതേപോലെയുള്ളതായിരിക്കും. ആ സ്ത്രീ പറയുന്ന പോലെ ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കൂട്ടങ്ങളിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മൃതദേഹത്തോട് എന്താണ് കാണിക്കുന്നത് എന്ന് പോലും പറയാൻ പറ്റൂല. ഇനി മൃതദേഹവുമായിട്ട് വല്ല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ടോ, ഇനി മൃതദേഹങ്ങളോട് ഇനി വല്ല തരത്തിലും മറ്റേ ഇതുവരെ ചെയ്യുന്നുണ്ടോ എന്നേ ഇനി അന്വേഷിക്കാനുള്ളൂ. അതിനി പറയാൻ മടിച്ചിട്ടാണോ അറിയില്ല. ഇങ്ങനെയുള്ള മനോരോഗികൾ ചിലപ്പോൾ അങ്ങനെയും ചെയ്യും. അതായത് ഒരു മൃതദേഹം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഭോഗിക്കണം എന്നുള്ളതും അങ്ങനെയുള്ള ചില ഈ മൈൻഡുള്ള ചില ആൾക്കാരും ചില കുറ്റവാളികളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പോലെ തന്നെയാണ് ഇവരെയും കാണാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വലിയ പുണ്യാളന്മാരോ പുണ്യാളത്തികളോ ഒന്നുമല്ല. പിന്നെ ഈ ചോദ്യം ചോദിക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു നിലവാരവും എനിക്ക് ആ ചങ്ങാതിയോട് തോന്നാറില്ല. ഓരെന്തൊക്കെയോ പളവള അടിക്കുന്നത്, കുറെ എണ്ണം ചിരിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചെയ്യുന്നതെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള മനോരോഗികളെയൊക്കെ എന്താണ് ആശുപത്രിയിൽ നിന്ന് തന്നെ വിലക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവറ്റകളൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല. അത്രത്തോളം വളരെ മോശമായ രീതിയിൽ മൃതദേഹത്തെ പോലും അപമാനിക്കുന്ന ആൾക്കാരാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ പ്രതികരണം എന്നെ അറിയിക്കുക. നന്ദി, നമസ്കാരം.